നമസ്കാരം കൂട്ടുകാരെ, 2019 പുറത്തിറങ്ങിയ രസകരമായ ഒരു ത്രില്ലർ ചലച്ചിത്രം ദ പാർട്സ് യു ലോസ് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് മഞ്ഞു നിറഞ്ഞ നോർത്ത് ഡക്കോട്ടയിലെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തു നിന്നുമാണ്. അവിടെയുള്ള വെസ്ലി എന്ന പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. കേൾവിശക്തി കുറവുള്ളവർക്കുള്ള സ്പെഷ്യൽ സ്കൂളിലാണ് വെസ്ലി പഠിക്കുന്നത്. അന്നും പതിവ് പോലെ അവന്റെ സ്കൂൾ ബസ് വന്നു. അവൻ ബസ്സിൽ കയറി പിൻസീറ്റിൽ ചെന്നിരുന്നു. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ച് കുട്ടികൾ സ്നോബോൾ ഉണ്ടാക്കി ആ ബസ്സിന് നേരെ ബുള്ളി ചെയ്തെറിയുന്നുണ്ടായിരുന്നു. ബസ് സഞ്ചരിച്ച് സ്കൂളിലെത്തി. അന്ന് സ്കൂളിൽ അവർ പഠിച്ചത് രാജ്യത്തിന്റെ പ്രതിജ്ഞ സൈൻ ലാംഗ്വേജിൽ പറയാനായിരുന്നു. സ്കൂളിൽ ലഞ്ച് ടൈമിൽ വെസ്ലി ബുള്ളി ചെയ്യപ്പെടുന്നത് പതിവാണ്. ഒരു പയ്യൻ വെസ്ലിക്ക് അടുത്തു വന്ന് അവന്റെ മൂക്കട്ടയെടുത്ത് എന്നും അവന്റെ തലയിൽ തേക്കും. പാവത്താൻ വെസ്ലിയാകട്ടെ പ്രതികരിച്ചാൽ കൂടുതൽ പ്രശ്നമാകും എന്ന് കരുതി ഒന്നും മിണ്ടാതിരിക്കും. സ്കൂൾ വിട്ട് വൈകിട്ട് വെസ്ലി വീട്ടിലേക്ക് തിരിച്ചെത്തും. ഒറ്റപ്പെട്ട ഒരിടത്തായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നത്. വീട്ടിൽ വെസ്ലിക്ക് അമ്മയും സഹോദരിയുമുണ്ട്. വെസ്ലിയുടെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. പലപ്പോഴും ജോലിയുടെ ആവശ്യത്തിന് നീണ്ട യാത്രയിലായിരിക്കും. അന്ന് വീട്ടിലേക്കെത്തിയ വെസ്ലി അമ്മ ഗെയിലിനും സഹോദരി ആംബറിനുമൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. ഭക്ഷണം കഴിച്ചു. വെസ്ലിയുടെ കുറവുകളെ വെസ്ലിയുടെ അമ്മ നല്ല രീതിയിൽ പരിഗണിക്കുകയും അവന് കെയർ കൊടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഡിന്നർ കഴിഞ്ഞ് വെസ്ലി അമ്മയ്ക്കൊപ്പം ചെക്കേഴ്സ് കളിച്ചു. ജയിക്കാമായിരുന്നിട്ടും അമ്മ എപ്പോഴും വെസ്ലിക്ക് വേണ്ടി തോറ്റുകൊടുക്കുമായിരുന്നു. അടുത്ത ദിവസം സ്കൂളിലേക്കുള്ള യാത്രയിൽ ഒരിടത്ത് റോഡ് ബ്ലോക്കും ആംബുലൻസും പോലീസ് കാറുകളുമൊക്കെ നിൽക്കുന്നതും വെസ്ലി ശ്രദ്ധിച്ചു. എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്നവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അന്ന് സ്കൂള് വിട്ട് വെസ്ലി മടങ്ങിയെത്തുമ്പോൾ അവന്റെ അച്ഛൻ റോണി തന്റെ യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയിരുന്നു. പരുക്കനായ ട്രക്ക് ഡ്രൈവറുടെ അതേ സ്വഭാവമായിരുന്നു വെസ്ലിയുടെ അച്ഛൻ റോണിക്കും ഉണ്ടായിരുന്നത്. അച്ഛൻ വെസ്ലിയോട് വന്ന് കെട്ടിപ്പിടിക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവനിലൽപ്പം പരിഭ്രമം കാണാമായിരുന്നു. എന്നിരുന്നാലും വെസ്ലി പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. അന്ന് ഡിന്നറിന് വെസ്ലി തന്റെ പതിവ് കസേരമേലിരുന്നു. അങ്ങോട്ടേക്കെത്തിയ റോണി വെസ്ലിയോട് മാറി മറ്റൊരു കസേരയിലിരിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ഗാർസൺ എന്ന ഇടത്തുണ്ടായ വലിയ ഷൂട്ടൌട്ടിനെ പറ്റിയും 4 പേര് കൊല്ലപ്പെട്ടുവെന്നും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കെ റോണി പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഇരിക്കുന്നത് കൊണ്ട് ഗില്ലി പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിച്ചു. വെസ്ലിക്ക് ഹിസ്റ്ററിക്ക് 95 മാർക്ക് കിട്ടി എന്നവൾ അഭിമാനത്തോടെ തന്റെ ഭർത്താവ് റോണിയോട് പറയുകയാണ്. ആ സമയം വെസ്ലിക്കിന് കൂടുതൽ ഭക്ഷണം വേണോ എന്നമ്മ സൈൻ ലാംഗ്വേജിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും റോണിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തന്റെ മകന് കുറവുകളുള്ള പോലെ പരിഗണിക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അവനോട് ഇങ്ങനെ സൈൻ ലാംഗ്വേജിലൊന്നും സംസാരിക്കരുതെന്നും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ലിപ് മൂവ്മെന്റ് നോക്കി അവൻ സംസാരിക്കാൻ പഠിക്കട്ടെ എന്നൊക്കെയായിരുന്നു റോണി വാദിച്ചത്. തന്റെ മകൻ പൊട്ടനൊന്നുമല്ലെന്നും അവൻ സംസാരിക്കുകയും ചെവി കേൾക്കുകയും ഒക്കെ ചെയ്തോളും എന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. വെസ്ലിയുടെ കുറവുകളോടെ അംഗീകരിക്കാൻ അയാൾ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് വെസ്ലിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും എന്നവന്റെ അമ്മ ഗെയിൽ പറഞ്ഞെങ്കിലും റോണി അതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം വെസ്ലിയുടെ അമ്മ മുത്തശ്ശിയുടെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. അച്ഛനായിരുന്നു അതുകൊണ്ട് അവന് ലഞ്ച് ബോക്സ് കൊടുത്തുവിട്ടത്. പതിവ് പോലെ ലഞ്ച് ടൈമിൽ ബുള്ളി വെസ്ലിയെ ബുദ്ധിമുട്ടിക്കാനെത്തി. മൂക്കട്ടയെടുത്ത് അവന്റെ തലയിൽ തേച്ചു. അന്നും വെസ്ലി അതിനെതിരെ പ്രതികരിച്ചില്ല. അവന് പേടിയായിരുന്നു. ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വെസ്ലി വീട്ടിലേക്ക് തിരിച്ചു നടന്നു വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ഡഫൽ ബാഗും പിടിച്ച് തണുത്തു വിറച്ച് കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. വെസ്ലി അയാൾക്ക് അടുത്തേക്ക് ചെന്നു നോക്കി. അയാളുടെ ശരീരത്തിൽ രക്തക്കറകളുണ്ട്. അവശനായി കിടന്നിരുന്ന ആ വ്യക്തി ഒച്ചയുണ്ടാക്കരുത് എന്നവനോട് ആംഗ്യം കാട്ടി. ഹോംലെസ്സിനെ പോലെ തോന്നിച്ച അയാൾ അവിടെ കുറെ നേരമായി കിടക്കുന്നു എന്ന രീതിയിൽ വെസ്ലിക്ക് തോന്നുന്നുണ്ടായിരുന്നു. വെസ്ലി ഓടി ട്രാക്ടർ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന തന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തി. സംസാരിക്കാൻ കഴിയാത്തവൻ തന്റെ അച്ഛനടുക്കൽ തനിക്കറിയാവുന്ന രീതിയിലൊക്കെ അവിടെ ഒരാൾ വീണുകിടക്കുന്നു എന്ന കാര്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ അച്ഛൻ റോണിക്ക് അതൊന്നും മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. നാശം പിടിക്കാൻ നിനക്കൊന്ന് എഴുതിക്കൊണ്ടുവന്ന് കാണിക്കാമോ എന്നായിരുന്നു അയാൾ ദേഷ്യത്തിൽ ചോദിച്ചതുപോലും. വെസ്ലി അതോടെ അയാൾ വീണുകിടക്കുന്നിടത്തേക്ക് അച്ഛനെയും വിളിച്ചോടാൻ തുടങ്ങി. അത് കണ്ട് റോണിയും പിന്നാലെ ഓടിച്ചെന്നു. പക്ഷെ നേരത്തെ പരിക്കേറ്റ് വീണുകിടന്നിരുന്ന മനുഷ്യനെ കണ്ടെടുത്ത് അപ്പോൾ അയാൾ ഉണ്ടായിരുന്നില്ല. വെസ്ലി എന്താ പറയുന്നത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ അവന്റെ അച്ഛൻ അവനെ വീണ്ടും ചീത്ത വിളിച്ചു. അവനോട് വീട്ടിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. സന്ധ്യയ്ക്ക് അവർ ഡിന്നർ കഴിക്കാനിരുന്നു. വീട്ടിൽ അമ്മയുണ്ടായിരുന്നില്ല. ടേബിളിലിരുന്ന വെസ്ലിയോട് അച്ഛൻ ഉപ്പെടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മുഖം തിരിച്ചിരുന്ന വെസ്ലിക്ക് അച്ഛൻ പറയുന്നത് കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ റോണി ഉപ്പെന്ന് അലറി വിളിച്ചു. വെസ്ലി അപ്പോഴും കേട്ടില്ല. ഒടുവിൽ അയാൾ ഡെസ്കിൽ
കൈകൊണ്ട് മുറുക്കി ഇടിച്ചപ്പോഴായിരുന്നു സ്പർശനം കൊണ്ട് വെസ്ലി ആ രോഷം തിരിച്ചറിയുന്നത്. വെസ്ലി ചിന്തിച്ചത് മുഴുവൻ വീണ് കിടന്നിരുന്ന അജ്ഞാതനായ ആ മനുഷ്യനെ പറ്റിയായിരുന്നു. അന്ന് രാത്രിയിൽ ആരും കാണാതെ വെസ്ലി വീടിന് പുറത്തു കടന്നു. വെസ്ലി പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ടിവിക്ക് മുമ്പിലിരുന്നുറങ്ങുന്നുണ്ടായിരുന്നു. അജ്ഞാതനായ മനുഷ്യൻ വീണ് കിടന്നെടുത്ത് വെസ്ലി തിരച്ചിൽ നടത്തി. കുറച്ചുകൂടി മാറി അവശതയിൽ കിടക്കുന്ന അയാളെ വെസ്ലി അങ്ങനെ കണ്ടെത്തുകയാണ്. മഞ്ഞിൽ തെന്നി നീങ്ങാൻ സാധിക്കുന്ന ഒരുതരം വണ്ടി അവൻ എടുത്തുകൊണ്ടുവന്നു. അതിലേക്ക് ആ മനുഷ്യന്റെ ശരീരം കഷ്ടപ്പെട്ട് അവൻ കയറ്റിക്കിടത്തി. അതും വലിച്ച് കഷ്ടപ്പെട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു ധാന്യപ്പുരയിലേക്കും അവൻ വന്നെത്തുകയാണ്. അദ്ദേഹത്തെ അവിടെ അവൻ സുരക്ഷിതമായി കിടത്തിക്കൊണ്ട് ചൂട് കിട്ടാൻ ബ്ലാങ്കറ്റ് അടക്കം പുതപ്പിച്ചുകൊടുത്ത് അയാൾ ഉണരുവാൻ അവൻ കാത്തിരുന്നു. പിറ്റേന്ന് പുലർച്ചെ അജ്ഞാതനായ ആ വ്യക്തി കണ്ണു തുറക്കുമ്പോൾ വെസ്ലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെസ്ലിയുടെ ഹിയറിംഗ് എയ്ഡൊക്കെ കണ്ട അയാൾ വെസ്ലിക്ക് സംസാരിക്കാൻ പറ്റില്ലേ എന്ന് വെസ്ലിയോട് തന്നെ ചോദിക്കുകയാണ്. ഇല്ലെന്ന് വെസ്ലി ആംഗ്യത്തിൽ തലകുലുക്കി. അയാൾ പറഞ്ഞു, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. കേട്ടില്ല എന്നതുകൊണ്ട് മാത്രം വെസ്ലി കാര്യമായിട്ടൊന്നും മിസ് ചെയ്യുന്നുമില്ല. പിന്നാലെ അയാൾ തന്റെ സ്വെറ്റർ ഉയർത്തി. വയറ്റിൽ ശക്തമായൊരു മുറിവുണ്ടായിരുന്നു. അത് കണ്ട വെസ്ലി അയാളെ സഹായിക്കാൻ വീട്ടിലേക്ക് തിരികെ വന്ന് കുറച്ച് മെഡിക്കൽ സപ്ലൈസും എടുത്ത് നേരെ വീണ്ടും അതേ ധാന്യപ്പുരയിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം ട്രാക്ടർ നന്നാക്കിക്കൊണ്ടിരുന്നിടത്ത് അവിടെത്തിയ ഒരു പയ്യനോട് അവിടുള്ളൊരു വ്യക്തി ഓരോ ടൂൾസിന്റെ പേരുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനും ഓരോന്നും കൃത്യമായി എടുത്തു പറയുന്നു. ഇതൊക്കെ കാണുകയായിരുന്ന വെസ്ലിയുടെ അച്ഛൻ റോണിക്ക് വല്ലാതൊരു അസൂയ തോന്നുന്നുണ്ട്. വെസ്ലി പുറത്തേക്ക് ഓടുന്ന കണ്ട് റോണി വെസ്ലിയെ വിളിച്ചെങ്കിലും ചെവി കേൾക്കാത്ത അവൻ അത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് ഓടിപ്പോയി. തന്റെ മകന് ചെവി കേൾക്കില്ല എന്നത് അപ്പോഴും ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ റോണി ഒരുക്കമായിരുന്നില്ല. വെസ്ലി മെഡിക്കൽ സപ്ലൈസ് അജ്ഞാതനായ ആ മനുഷ്യന് കൈമാറി. അയാൾ സ്വയം തന്നെ മുറിവുകൾ തുന്നിക്കെട്ടുകയും വേണ്ട മരുന്നുകൾ വെക്കുകയും ചെയ്തു. അന്നവന്റെ അമ്മ മടങ്ങിയെത്തിയിരുന്നു. അമ്മ അവർക്കായി ഭക്ഷണമുണ്ടാക്കി. ടിവിയിൽ അതേസമയം നടന്ന ഷൂട്ടൌട്ടിനെ പറ്റി വാർത്ത വരികയായിരുന്നു. വെസ്ലിയുടെ അമ്മയും അച്ഛനും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ ആരും കാണാതെ വെസ്ലി അമ്മ കൊടുത്ത ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഒരു പെട്ടിയിലേക്ക് മാറ്റി. ഇതേ സമയം വാർത്ത കണ്ടുകൊണ്ടിരുന്ന റോണിയാകട്ടെ നമ്മുടെ ട്രാക്ടർ എത്രയും വേഗം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. വെസ്ലി ആ ഭക്ഷണം അജ്ഞാതനായ വ്യക്തിക്ക് കൊണ്ടുകൊടുത്തു. അയാൾ ആസ്വദിച്ച് അത് കഴിച്ചു. ഭക്ഷണമുണ്ടാക്കിയത് വെസ്ലിയുടെ അമ്മയാണ് എന്ന് മനസ്സിലായതും അമ്മ നല്ലൊരു കുക്കാണല്ലോ എന്ന് പറഞ്ഞ് വെസ്ലിയുടെ അമ്മയെ പുകഴ്ത്താനും അയാൾ മറന്നില്ല. പിന്നീട് വെസ്ലിയുമായി സംസാരിക്കുമ്പോൾ ഇവിടെ അധിക സമയം തുടരുവാൻ തനിക്ക് സാധിക്കില്ലെന്നും തനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്നും അജ്ഞാതൻ വെസ്ലിയോട് പറയുകയാണ്. അയാൾ ഒരിക്കലും തന്റെ പേര് വെസ്ലിയോട് പറയുന്നുണ്ടായിരുന്നില്ല. അയാൾ അന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. പുറത്ത് ആകാശത്ത് അയാളെ തിരയുന്ന പോലീസ് ഹെലികോപ്റ്ററിന്റെ ശബ്ദവും അങ്ങോട്ടേക്ക് കേൾക്കാമായിരുന്നു. പുറത്തുപോയി തന്റെ ഫ്രണ്ടിനെ കാണാൻ കൃത്യമായി നടക്കാൻ പോലും പറ്റാത്ത അജ്ഞാതനത്ര എളുപ്പമായിരുന്നില്ല. അതോടെ അയാൾ വെസ്ലിയോട് സഹായം ചോദിക്കുകയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ അയാൾ വെസ്ലിക്ക് കൊടുത്തു. അവനൊരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെയുള്ളൊരു ട്രക്കിന്റെ മുകളിൽ താൻ തരുന്ന ഈ റിങ് വെക്കണം. ആ ട്രക്കിന്റെ ഉടമ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്നിറങ്ങി വരും. ആ മോതിരം കണ്ടാൽ അയാൾ നിന്നോട് സംസാരിക്കും. അയാൾക്ക് ഞാൻ തരുന്ന ഈ എൻവലപ്പ് നീ കൈമാറണം. പറഞ്ഞ പോലൊക്കെ വെസ്ലി പ്രവർത്തിച്ചു. ഈ സമയം ഒരു പോലീസുകാർ അവരെ താണ്ടി പോകുന്നുണ്ടായിരുന്നു. ട്രക്ക് ഡ്രൈവർ വെസ്ലിക്കടുത്ത് ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും, അതുവരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ശേഷം മറ്റൊരു പേപ്പർ ബാഗും വെസ്ലിയുടെ കയ്യിലേക്ക് കൈമാറി. തിരികെ ധാന്യപ്പുരയിലേക്ക് എത്തിയ വെസ്ലി ട്രക്ക് ഡ്രൈവർ കൊടുത്ത പേപ്പർ ബാഗ് അജ്ഞാതനായ വ്യക്തിക്ക് കൊടുത്തു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ഫോണായിരുന്നു. ശേഷം ഉടൻ ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലെന്നും കുറച്ചാഴ്ചകൾ കൂടി താൻ ഇവിടെ ഉണ്ടാകും എന്നും ആ അജ്ഞാതൻ വെസ്ലിയോട് പറയുകയാണ്. വെസ്ലിക്കാണെങ്കിൽ ആ മനുഷ്യനെ ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അച്ഛന്റെ കുറച്ച് കമ്പിളി വസ്ത്രങ്ങളൊക്കെ വെസ്ലി രഹസ്യമായി കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് പതിവില്ലാതെ പകൽ സമയം അവിടെ വെസ്ലിയെ കണ്ടതും ഇന്ന് സ്കൂളില്ലേ എന്നയാൾ വെസ്ലിയോട് ചോദിച്ചു. അന്ന് സ്കൂൾ അവധിയാണ് എന്നായിരുന്നു വെസ്ലിയുടെ മറുപടി. അല്പം ഭേദപ്പെട്ട് കഴിഞ്ഞിരുന്ന അയാൾ തന്റെ എക്സസൈസുകൾ ആരംഭിച്ചിരുന്നു. അജ്ഞാതനായ ആ വ്യക്തി എക്സസൈസ് ചെയ്യുന്നത് കണ്ട് അതിൽ ഇൻട്രസ്റ്റ് തോന്നി വെസ്ലിയും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വെസ്ലിയുടെ എക്സസൈസ് ശരിയാകുന്നുണ്ടായിരുന്നില്ല. അയാൾ അതോടെ വെസ്ലിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. പുള്ളപ്പെടുക്കാൻ പഠിപ്പിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് വെസ്ലിയും അനിയത്തിയും ടിവി കണ്ടുകൊണ്ടിരിക്കും.
ഇരിക്കുകയായിരുന്നു. അമ്മയും അച്ഛനും അകത്തേക്ക് കയറി വരുന്നത്. അമ്മ വെസ്ലിക്ക് അടുത്തെത്തി സ്കൂളിനെ പറ്റിയും ബുള്ളി ചെയ്യുന്ന കുട്ടിയെ പറ്റിയുമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കയ്യിൽ ഫയർവുഡുമായി അച്ഛൻ പിന്നാലെ കയറി വരുന്നത്. അതിൽ ചില ഫയർവുഡുകൾ താഴേക്ക് വീണുപോയിരുന്നു. വെസ്ലി ഓടിച്ചെന്ന് അതെടുത്തു. ശേഷം അച്ഛന്റെ കയ്യിലേക്ക് തന്നെ അത് പെറുക്കി വെക്കാനും ആരംഭിച്ചു. അതങ്ങനെ പെറുക്കി വെക്കാതെ അവനോട് തന്നെ പിടിക്കാൻ റോണി പറയുന്നുണ്ടെങ്കിലും വെസ്ലി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. റോണിയെ അത് വലിയ തോതിൽ ദേഷ്യം പിടിപ്പിച്ചു. ശേഷം വെസ്ലി ചെക്ക് ബോർഡുമായി നേരെ അജ്ഞാതനായ വ്യക്തിയുടെ അടുത്തേക്കെത്തി. അയാൾക്കൊപ്പം കളിക്കാനും തുടങ്ങി. കുറെ കളികൾ കളിച്ചെങ്കിലും ഒക്കത്തിലും വെസ്ലി പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അമ്മയ്ക്കൊപ്പം കളിക്കുമ്പോൾ അമ്മ അവനെ ജയിപ്പിക്കുമായിരുന്നല്ലോ. കുറെ കളിച്ച് ദേഷ്യം പിടിച്ചതും വെസ്ലി ചെക്ക് ബോർഡ് തട്ടിത്തെറിപ്പിക്കുകയാണ്. അത് കണ്ടതും അജ്ഞാതൻ ചോദിച്ചു, നീ എന്ത് കരുതി? നിനക്ക് ചെവി കേൾക്കില്ലെന്ന് കരുതി ഞാൻ നിന്നോട് സഹതാപം കാണിച്ച് നിന്നെ ജയിപ്പിക്കുമെന്നോ? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. വെസ്ലി അതോടെ ചെക്കേഴ്സ് ബോർഡും എടുത്ത് തിരികെ പോവാൻ ആരംഭിച്ചു. പക്ഷെ അയാൾ വെസ്ലിയോട് വീണ്ടും കളിക്കാൻ വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. എങ്ങനെ കളിക്കണം, അതിലെ ട്രിക്കുകൾ എന്തൊക്കെയാണ് എന്നയാൾ വെസ്ലിയെ പഠിപ്പിച്ചു കൊടുത്തു. വെസ്ലിയുടെ പ്രായത്തിൽ തനിക്കൊരു മകളുണ്ടെന്നും തങ്ങൾ കളിക്കാറുണ്ടെന്നും അന്ന് അജ്ഞാതൻ പറയുന്നുണ്ട്. കൂട്ടത്തിൽ വെസ്ലിയുടെ തലയിൽ കണ്ട മൂക്കട്ടയെ പറ്റിയും അയാളന്ന് വെസ്ലിയോട് ചോദിച്ചു. സ്കൂളിലെ ബുള്ളിയിങ്ങിനെ പറ്റിയൊക്കെ വെസ്ലി ദുഃഖത്തോടെ അയാളോട് പറഞ്ഞു. അത് കേട്ടതും ഒരു ഫ്ലാസ്കും അവന്റെ പണം ശേഖരിക്കുന്ന കുടുക്കയും എടുത്തുകൊണ്ടുവരാൻ അയാൾ വെസ്ലിയോട് പറഞ്ഞു. വെസ്ലി അതുമായി എത്തിയതും അയാൾ ആ കുടുക്ക പൊട്ടിച്ചു. അതിലുള്ള കോയിൻസ് മുഴുവൻ ആ ഫ്ലാസ്കിനകത്തേക്കിട്ടു. ആ ഫ്ലാസ്ക് എടുത്ത് ഒരു ബാഗിന്റെ മുൻകള്ളിയിൽ വെച്ച ശേഷം അയാൾ എഴുന്നേറ്റ് ആ ധാന്യപ്പുരയിൽ ഉണ്ടായിരുന്ന ഒരു മെറ്റൽ ടാങ്കിൽ അടിച്ച് എത്രമാത്രം ഡാമേജ് അതുകൊണ്ട് വരുത്താൻ സാധിക്കും എന്ന് വെസ്ലിക്ക് കാണിച്ചു കൊടുത്തു. വെസ്ലിയോടും അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വെസ്ലി ബാഗ് വെച്ച് അടിച്ചെങ്കിലും ഒന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. മെറ്റൽ ടാങ്ക് ചളങ്ങിയതോ അതിനെന്തെങ്കിലും മാറ്റം വന്നതോ ഇല്ല. വളരെ പതുക്കെയായിരുന്നു വെസ്ലി അടിച്ചത്. അതോടെ നീ വേക്കൊന്നുമല്ല, നിന്നിൽ കരുത്തുണ്ട്, നല്ല രീതിയിൽ നിന്റെ ശക്തി മുഴുവൻ എടുത്ത് ആഞ്ഞടിക്ക് എന്നൊക്കെ പറഞ്ഞ് അജ്ഞാതൻ വെസ്ലിയെ പ്രചോദിപ്പിച്ചു. ബുള്ളിയിങ്ങിനോടുള്ള ദേഷ്യവും ആ സമയത്തെ ഫ്രസ്ട്രേഷനും ഒക്കെ ഇരച്ചു കയറിയ വെസ്ലി തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആഞ്ഞടിക്കുകയാണ്. മെറ്റൽ ടാങ്കിൽ ചളക്കമുണ്ടാക്കാൻ ആ അടി കൊണ്ട് സാധിച്ചിരുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തിയ വെസ്ലി പതിവ് പോലെ ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിക്കാനിരുന്നു. ബുള്ളി ചെയ്യുവാൻ അതേ പയ്യൻ മൂക്കട്ടയുമായി കടന്നു വന്നു. പക്ഷേ ഇത്തവണ അജ്ഞാതൻ പഠിപ്പിച്ച കാര്യങ്ങൾ വെസ്ലിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വെസ്ലി എഴുന്നേറ്റ് ബുള്ളി ചെയ്യുന്ന പയ്യന്റെ എതിരെ തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകളിലേക്ക് അജ്ഞാതൻ പറഞ്ഞു കൊടുത്ത പോലെ രൂക്ഷമായി നോക്കി. കയ്യിൽ ബാഗ് മുറുക്കെ പിടിച്ചു. അത് കണ്ട് അവന്റെ മുമ്പിലേക്കെത്തിയ ബുള്ളി തന്നെ ഭയന്നിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പേ ബുള്ളി പിന്തിരിഞ്ഞ് ഭയന്ന് പിന്നിലേക്ക് മാറി. അത് വെസ്ലിയെ അത്രമേൽ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. അന്ന് വൈകിട്ട് വെസ്ലി സ്കൂള് കഴിഞ്ഞു വരുമ്പോൾ വെസ്ലിയുടെ അമ്മ മിസ്റ്റർ ചേംബേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു. മിസ്റ്റർ ചേംബേഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. മിസ്റ്റർ ചേംബേഴ്സ് വന്ന കാര്യം വിശദീകരിച്ചു. 3 ആഴ്ചയ്ക്ക് മുമ്പ് അവിടെ അടുത്ത പ്രദേശത്ത് ഒരു റോബറി നടന്നിരുന്നു. വലിയൊരു ഷൂട്ടൌട്ടുമുണ്ടായി. ഷൂട്ടൌട്ടിൽ 4 ക്രിമിനലുകൾ കൊല്ലപ്പെടുകയും ഒരാൾ പരിക്കോടെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ അടുത്ത പ്രദേശത്തൊക്കെയും അയാൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മിസ്റ്റർ ചേംബേഴ്സ് അയാളുടെ ചിത്രം വെസ്ലിയുടെ മുമ്പിലേക്ക് വെച്ചു. ധാന്യപ്പുരയിലുള്ള അജ്ഞാതനായ വ്യക്തി തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തങ്ങൾ ഇവിടുള്ള വീടുകളും മറ്റും തിരച്ചിൽ നടത്തുകയാണ്. മിസ്റ്റർ ചേംബേഴ്സ് പറയുമ്പോഴേക്കും വെസ്ലിയുടെ കണ്ണുകൾ പാഞ്ഞത് പുറത്തുള്ള ഒഴിഞ്ഞ ധാന്യപ്പുരയിലേക്കായിരുന്നു. ധാന്യപ്പുരയുടെ അടുത്തേക്ക് കുറച്ച് ഉദ്യോഗസ്ഥർ നടന്നു ചെല്ലുന്നുണ്ടായിരുന്നു. ആ സമയം മിസ്റ്റർ ചേംബേഴ്സ് വെസ്ലിയോട് നീ അയാളെ കണ്ടിരുന്നോ ഇല്ലയോ എന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷേ വെസ്ലി കൃത്യമായി മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. വെസ്ലിയുടെ മുഖവും അല്പം വല്ലാതുണ്ടായിരുന്നു. അതുകൊണ്ട് മകനോടൊന്ന് തനിച്ച് സംസാരിച്ചോട്ടെ എന്ന് മിസ്റ്റർ ചേംബേഴ്സ് ചോദിക്കുകയാണ്. വെസ്ലിയുടെ അമ്മയും അതിനെ സമ്മതിച്ചു. ലിപ് മൂവ്മെന്റുകൾ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ മിസ്റ്റർ ചേംബേഴ്സ് വെസ്ലിയോട് തന്റെ അയൽവക്കക്കാരിയായിരുന്ന മിസസ് ടാറ്റേൺ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ കഥ പറയാൻ ആരംഭിച്ചു. അവർക്ക് ജീവികളോട് വലിയ സഹാനുഭൂതിയായിരുന്നു. എല്ലാ തെരുവു ജീവികളെയും അവർ സംരക്ഷിക്കും. അങ്ങനെ കിട്ടിയ ഒരു കുട്ടി സിംഹത്തെ അവർ പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവന്നു. പക്ഷേ കുറച്ചാഴ്ചകൾക്ക് ശേഷം അവർ പരിപാലിച്ചു വന്ന അതേ സിംഹം തന്നെ അവരെയും
അവരുടെ കുടുംബത്തെയും കൊന്നുകളഞ്ഞു. അത് കേട്ട വെസ്ലിയുടെ ഉള്ളിൽ അല്പം ഭയം വളരുന്നുണ്ട്. എന്നിരുന്നാലും വെസ്ലി തന്റെ സുഹൃത്തിനെ ഒറ്റുകൊടുത്തില്ല. കൃത്യസമയം മറ്റൊരു ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ചേംബേഴ്സിനെ വിളിച്ചതിനാൽ ചേംബേഴ്സ് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുകയും ചെയ്തു. ധാന്യപ്പുരയിലേക്ക് തിരച്ചിലിനായി പോയിരുന്ന ഉദ്യോഗസ്ഥർക്കും അജ്ഞാതനായ വ്യക്തിയെ കണ്ടുകിട്ടിയിരുന്നില്ല. അവർ മടങ്ങുകയും ചെയ്തു. ശേഷം വെസ്ലി ധാന്യപ്പുരയിലേക്ക് പോയി അജ്ഞാതനായ ആ കൂട്ടുകാരനൊപ്പം ചെക്കേഴ്സ് കളിക്കാൻ ആരംഭിച്ചു. ആ സമയമാണ് വെസ്ലി ശ്രദ്ധിക്കുന്നത് അയാൾക്ക് ചെറുവിരൽ ഉണ്ടായിരുന്നില്ല. എന്തു പറ്റിയതാ എന്ന് വെസ്ലി തിരക്കിയപ്പോൾ അതൊരു കടുവയെടുത്തതാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. അത് നഷ്ടപ്പെട്ട ശേഷമാണ് താൻ വേട്ടയാടാനും മറ്റും നല്ല രീതിയിൽ പഠിച്ചതെന്നും അതിനുശേഷം അതേ കടുവയെ തന്നെ കണ്ടെത്തി കൊന്ന് അതിന്റെ ഹാർട്ട് എടുത്ത് അതൊരു ചെറിയ മരതക കല്ലാക്കി മാറ്റി തന്റെ കയ്യിലെ മോതിരത്തിലേക്ക് ആഡ് ചെയ്തു എന്നും അയാൾ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കടുവ പോലും തന്നെ ആക്രമിച്ചിട്ടില്ലെന്നും എല്ലാ കടുവകളും തന്നെ ഭയപ്പെടുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അർത്ഥഗർഭമായി പറഞ്ഞു. അന്ന് അങ്ങനിരുന്ന് വെസ്ലി അവിടെ കിടന്നുറങ്ങിപ്പോയിരുന്നു. പക്ഷേ അജ്ഞാതൻ വെസ്ലിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും വീട്ടിലേക്ക് പോവാൻ പറഞ്ഞുവിടുകയും ചെയ്തു. ഇല്ലെങ്കിൽ ആരെങ്കിലും അവനെ തിരക്കിയെത്തും എന്നും അയാൾ വാൺ ചെയ്തിരുന്നു. വെസ്ലിയും അജ്ഞാതനും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു വന്നു. തന്റെ ചെറുവിരൽ അയാളെപ്പോലെ വെസ്ലി നഷ്ടപ്പെട്ടുവെന്ന രീതിയിൽ മഷി കൊണ്ട് കറുപ്പിച്ചു വെക്കുകയും ചെയ്തു. വെസ്ലിയും അയാളും ഒരുപാട് സമയം ഒന്നിച്ച് ചിലവിടാൻ ആരംഭിച്ചു. സൈൻ ലാംഗ്വേജുകൾ വെസ്ലി അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്കിടയിൽ അച്ഛനും മകനും എന്ന പോലെ നല്ലൊരു ബോണ്ടിങ് ഉടലെടുത്തുകൊണ്ടേയിരുന്നു. തന്റെ അച്ഛനിൽ നിന്നും വെസ്ലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന പോലൊന്ന്. അവർ തമ്മിൽ പല കളികളും കളിക്കുമായിരുന്നു. ഒരു ദിവസം ബോൾ കൊണ്ടുള്ള കളി കളിക്കുന്നതിനിടയിൽ ബോൾ കുറച്ചകലേക്ക് എറിഞ്ഞു വീണു. വെസ്ലി അതെടുക്കുവാൻ പോയി. ഈ സമയം പുറത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ധാന്യപ്പുരയുടെ അകത്തേക്ക് ശബ്ദം കേട്ട് ലൈറ്റടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. വെസ്ലി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടത് വളരെ ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു. കൃത്യസമയത്ത് അജ്ഞാതൻ ഓടിയെത്തി വെസ്ലിയെ പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മറച്ചു പിടിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ പോയോ എന്ന് അജ്ഞാതൻ എത്തി നോക്കി. കാറിൽ അയാൾ മടങ്ങിപ്പോയപ്പോൾ മാത്രമായിരുന്നു അജ്ഞാതന് സമാധാനമായത്. അടുത്ത ദിവസം രാത്രിയിൽ പതിവ് പോലെ വെസ്ലി ആരുടെയും കണ്ണിൽപ്പെടാതെ ധാന്യപ്പുരയിലേക്ക് പോകുവാൻ ഇറങ്ങുകയായിരുന്നു. പക്ഷേ അവന്റെ അച്ഛൻ അത് കണ്ടു. എങ്ങോട്ടേക്കാ നീ പോകുന്നത് എന്നവനെ ചോദ്യം ചെയ്തു. വെസ്ലി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ കുടിച്ചിരുന്ന വെസ്ലിയുടെ അച്ഛൻ റോണി പറഞ്ഞു, ഈ വീട്ടിൽ ഒന്നും ശരിയായി വർക്ക് ചെയ്യുന്നില്ല. ട്രാക്ടറും ടിവിയും ഒന്നും തന്നെ. തനിക്കതൊന്നും നല്ല രീതിയിൽ ശരിയാക്കാനും സാധിച്ചില്ല. പക്ഷേ തന്റെ അച്ഛൻ രണ്ടിടി കൊടുത്ത് 2 തട്ടുകൊടുത്ത് ഇതൊക്കെയും ശരിയാക്കാറുണ്ടായിരുന്നു. എഴുന്നേറ്റ് ചെന്ന് അയാൾ ടിവിക്കിട്ട് തട്ടാൻ ആരംഭിച്ചു. ശേഷം വെസ്ലിയുടെ നേർക്കു നോക്കി വീണ്ടും അലറി, എവിടെയാ നീ പോകുന്നത് എന്നായിരുന്നു അലറൽ. വെസ്ലി അപ്പോഴും മറുപടിയൊന്നും പറഞ്ഞതേയില്ല. അടുത്ത ദിവസം ടോയ്ലറ്റ് പേപ്പറുമായി ധാന്യപ്പുരയിലേക്കെത്തിയ വെസ്ലി അവിടെ നിൽക്കാതെ വേഗം തിരിച്ചു പോവാൻ ഒരുങ്ങുകയായിരുന്നു. അജ്ഞാതൻ അത് കണ്ട് വെസ്ലിയെ പിടിച്ചു നിർത്താൻ നോക്കി. വെസ്ലിയുടെ മുഖത്ത് തല്ലുകൊണ്ട ചതഞ്ഞപാടുകൾ കാണാമായിരുന്നു. അച്ഛൻ അവനെ തല്ലിയതാണെന്ന് വ്യക്തം. അതെങ്ങനെ സംഭവിച്ചു എന്ന് അജ്ഞാതൻ ചോദിച്ചെങ്കിലും വെസ്ലി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അവിടെ നിന്നും അവൻ തിരികെ പോവുകയും ചെയ്തു. ആദ്യം അത് ബുള്ളി ചെയ്തതാണ് എന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. എങ്കിലും പെട്ടെന്ന് തന്നെ അത് ചെയ്തത് വെസ്ലിയുടെ അച്ഛനാണ് എന്നയാൾ തിരിച്ചറിയുന്നു. രാവിലെ ആ ചതവുപാടുകൾ കണ്ട് വെസ്ലിയുടെ അമ്മയും എന്തു പറ്റിയതാണ് എന്ന് അവനോട് തിരക്കി. വെസ്ലി മറുപടിയൊന്നും പറഞ്ഞില്ല. അച്ഛൻ റോണിയാകട്ടെ താൻ ടിവി ശരിയാക്കുന്നതിനിടയിൽ അവൻ അബദ്ധത്തിൽ ഇടയ്ക്കോട്ട് കയറി വന്നപ്പോ എന്റെ കൈ കൊണ്ടതാ, അങ്ങനൊരു ഇടി കിട്ടിയതാ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അന്ന് രാത്രിയിൽ മകനെയും കൂട്ടി ഫിഷിങ്ങിന് പോകുന്ന കാര്യം വെസ്ലിയുടെ അച്ഛൻ ഡിന്നർ ടേബിളിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു. വെസ്ലിക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല. അതോടെ അമ്മ സൈൻ ലാംഗ്വേജിൽ അതവന് പറഞ്ഞുകൊടുത്തു. അച്ഛന്റെ കൂടെ പോവാമെന്ന് വെസ്ലി പറയുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരു ഭീതി നിറഞ്ഞു നിന്നിരുന്നു. അന്ന് രാത്രിയിൽ വെസ്ലിയുടെ അച്ഛൻ റോണി ബാറിൽ പോയി മദ്യപിച്ച് പുറത്തുപോയി മൂത്രമൊഴിച്ച് തിരികെ പോരുമ്പോ ഒരാൾ അയാളുടെ പിന്നിൽ വന്നു. അടുത്ത ദിവസം പോലീസ് ഷെരീഫിൽ നിന്ന് വെസ്ലിയുടെ അമ്മയ്ക്കൊരു കോൾ വന്നിരുന്നു. അത് കേട്ട് അവർ ഹോസ്പിറ്റലിലേക്കും ഓടിയെത്തി. വെസ്ലിയുടെ അച്ഛനെ ശക്തമായി മർദ്ദിച്ച് പരിക്കുകൾ ഏൽപ്പിച്ച് ആരോ വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. അയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് പ്രവർത്തിച്ചത് വെസ്ലിയുടെ കൂട്ടുകാരനായ അജ്ഞാതനാണെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാകുന്നു. റോണി ഇല്ലാതായതോടെ ഡിന്നറിന് തന്റെ പ്രിയപ്പെട്ട കസേര
കുതിരപ്പുരയിൽ വെസ്ലി സന്തോഷത്തോടെയിരുന്നു. അന്ന് രാത്രിയിൽ വെസ്ലി പതിവ് പോലെ ധാന്യപ്പുരയിലെത്തി. വെസ്ലിയും അജ്ഞാതനും സംസാരിച്ചു. കുതിരകളെ പറ്റിയായിരുന്നു അവരുടെ സംസാരം. ചെറുപ്പത്തിൽ തന്റെ അച്ഛൻ തനിക്ക് കുതിരകളെ വാങ്ങി തന്നിരുന്നുവെന്നും അങ്ങനെ താൻ കുതിരയോടിക്കാൻ പഠിച്ചത് ചെറുപ്പത്തിൽ തങ്ങൾക്കൊരു കുതിരലായം ഉണ്ടായിരുന്നു. പക്ഷേ കുതിരകൾക്ക് പേരിടാനോ കുതിരകളെ സ്നേഹിക്കാനോ അച്ഛൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഒരിക്കൽ ലായത്തിന് തീ പിടിച്ചു. ഇൻഷുറൻസ് പണമൊക്കെ ലഭിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നൊരു കാര്യം കൂടി വ്യക്തമായി. നമ്മളൊരു കുതിരയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിനോടുള്ള അടുപ്പം പതിയെ അകന്നു പോകും. അത് നഷ്ടപ്പെട്ടാലും കുറച്ചു നാളുകൾക്കപ്പുറം അതിന്റെ വേദനകൾ തങ്ങളെ ബാധിക്കുകയുമില്ല. എങ്കിലും എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോയി ഒരു കുതിര ഫാം ആരംഭിക്കണം. നീയും എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് അജ്ഞാതൻ വെസ്ലിയോട് ചോദിച്ചു. വെസ്ലി മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം സ്കൂളിൽ തങ്ങളൊരു ട്രിപ്പിന് പോകുന്നു എന്നതിന്റെ സൈൻ ലാംഗ്വേജ് ആയിരുന്നു അവരെ പഠിപ്പിച്ചത്. ഇതേ സമയം വെസ്ലിയാകട്ടെ അവിടെ ഇരുന്ന് സ്വപ്നം കണ്ടു. അജ്ഞാതനും മകൾക്കുമൊപ്പം താനും അവർക്കൊപ്പം ജീവിക്കുന്ന ദൃശ്യങ്ങൾ. അടുത്ത ദിവസം അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലെത്തിയ അവൻ തന്റെ അച്ഛനെ ആക്രമിച്ചത് അജ്ഞാതനാണെന്ന കാര്യം പോലീസിൽ നിന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നു. അന്ന് വെസ്ലി അജ്ഞാതന്റെ അടുത്ത് ധാന്യപ്പുരയിൽ എത്തുമ്പോൾ അയാൾ വെസ്ലിയോടൊരു കാര്യം പറഞ്ഞു. കുറച്ചു ദിവസമായി ഇതിലൂടെ മഞ്ഞ് നീക്കുന്ന ഒരു വണ്ടി കടന്നു പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിവിടെ ഈ ധാന്യപ്പുരയുടെ മുമ്പിലായി നിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പന്തികേടുള്ളതുപോലെ. അന്ന് രാത്രിയിൽ ദൂരെ പോലീസ് കാറുകൾ വന്നു നിൽക്കുന്നതും അതിന്റെ ഫ്ലാഷ് ലൈറ്റുകളും സെർച്ചിങ് ഹെലികോപ്റ്ററും വെസ്ലി നോക്കിക്കണ്ടു. പിറ്റേന്ന് വെസ്ലി ധാന്യപ്പുരയിലെത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് അജ്ഞാതനും മനസ്സിലാക്കിയിരുന്നു. വെസ്ലി തന്നെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞോ എന്നുള്ള സംശയം അയാൾ ഉന്നയിക്കുകയാണ്. അന്ന് മഞ്ഞ് നീക്കം ചെയ്യുന്ന വണ്ടിയും വന്നിട്ടില്ല എന്നും അയാൾ പറയുന്നു. വെസ്ലി തനിക്കുള്ള ഡിന്നറുമായി വന്നതായിരിക്കും എന്നായിരുന്നു അജ്ഞാതൻ ചിന്തിച്ചത്. ഡിന്നർ ചോദിച്ചപ്പോ വെസ്ലി മടിച്ചു നിന്നു. അയാൾ അതോടെ വെസ്ലിയുടെ ബാഗ് പിടിച്ചു വാങ്ങാൻ തുടങ്ങി. വെസ്ലി വിട്ടുകൊടുത്തില്ല. പിടിവലിക്കിടയിൽ ബാഗിനുള്ളിൽ നിന്നും കോയിൻ നിറച്ച ഫ്ലാസ്ക് താഴെ വീണു. അത് കണ്ടതും അജ്ഞാതൻ എന്തുകൊണ്ടോ സന്തോഷമായിരുന്നു തോന്നിയത്. നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ അയാൾ നാളെ നമുക്ക് ഇവിടം വിട്ടു പോകാം എന്ന് വെസ്ലിയോട് പറയുകയാണ്. തിരികെ ചെന്ന് വെസ്ലി തനിക്ക് വേണ്ട ടോയ്സ് അടക്കം പാക്ക് ചെയ്തെടുത്തു. തന്റെ സഹോദരിയോട് താനൊരു ട്രിപ്പിന് പോവുകയാണ് എന്ന ആംഗ്യത്തിൽ പറഞ്ഞു. ശേഷം ധാന്യപ്പുരയിലേക്ക് കടന്നു ചെന്നു. അവിടെ ഇരുന്ന് അജ്ഞാതനുമായി അവൻ ചെക്കേഴ്സ് കളിച്ചു. അന്ന് ആദ്യമായി അവനതിൽ അയാളെ പരാജയപ്പെടുത്തി. ഇതേ സമയം പുറത്ത് ട്രക്ക് ഡ്രൈവർ വന്നെത്തിക്കഴിഞ്ഞിരുന്നു. അജ്ഞാതന് ട്രക്ക് ഡ്രൈവറുടെ ഫോൺ കോൾ വന്നെത്തി. അജ്ഞാതൻ വെസ്ലിയോട് ഗുഡ് ബൈ പറഞ്ഞു. വെസ്ലിയെ അത് നിരാശനാക്കുകയായിരുന്നു ചെയ്തത്. തന്നെയും അയാൾ കൊണ്ടുപോകും എന്ന് വെസ്ലി പ്രതീക്ഷിച്ചിരുന്നു. അയാൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായി വെസ്ലിയുടെ വായിൽ നിന്നും നോ എന്ന വാക്ക് പുറത്തു വന്നു. തന്നെയും കൂട്ടിക്കൊണ്ടു പോകണം എന്ന് വെസ്ലി അയാളോട് അപേക്ഷിച്ചു. അയാളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അജ്ഞാതന് വെസ്ലിയെ കൊണ്ടുപോവാൻ സാധിക്കില്ലായിരുന്നു. സ്നേഹബന്ധത്തിനപ്പുറം മറ്റു പലതും കൂടി ഓർക്കണമല്ലോ. വെസ്ലിയെ തള്ളിമാറ്റി അവിടെ നിന്ന് പോവാൻ അയാൾ അലറി. വെസ്ലി പുറത്തേക്ക് ഓടിയിറങ്ങിയതും ഒരു പോലീസ് ഓഫീസർ വന്ന് അവനെ പിടിച്ച് സുരക്ഷിതമായി മാറ്റിക്കൊണ്ടുപോയി. ഒരു കാറിൽ സുരക്ഷിതമായി പൂട്ടിയിട്ടു. ഇതേ സമയം മിസ്റ്റർ ചേംബേഴ്സ് ആകട്ടെ റേഡിയോയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അജ്ഞാതനെ കൊണ്ടുപോവേണ്ടുന്ന ട്രക്ക് ഡ്രൈവറെ മറ്റൊരു പോലീസ് കാറിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് വെസ്ലി അവിടെ വെച്ച് നോക്കിക്കണ്ടു. ട്രക്കുമായി വന്നിരിക്കുന്നത് പോലീസാണ് എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. സ്വാട്ട് ടീം ധാന്യപ്പുരയുടെ അകത്തേക്ക് കടന്നു കയറി മറഞ്ഞിരിക്കുകയായിരുന്ന അജ്ഞാതനെ വെടിവെച്ചു കൊന്നു. വെടിയൊച്ചയും അലർച്ചയും കേട്ടതും വെസ്ലി കരയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. കുറ്റബോധം അവന്റെ ഉള്ളിൽ നിറഞ്ഞു വന്നിരുന്നു. അടുത്ത ദിവസം വെസ്ലി പുറത്ത് ധാന്യപ്പുരയ്ക്ക് മുമ്പിൽ പോലീസ് പിടിച്ചുകൊണ്ടു പോയപ്പോൾ വീണുപോയ അജ്ഞാതൻ തന്നെ ചെക്കർ ബോർഡ് എടുക്കുവാനെത്തി. അവനത് തുറന്നു നോക്കി. അതിനുള്ളിൽ കുറച്ചധികം പണവും അജ്ഞാതന്റെ മോതിരവും ഉണ്ടായിരുന്നു. വരാനിരിക്കുന്നതിനെപ്പറ്റി അയാൾ ബോധവാനായിരുന്നു. അതുകൊണ്ടായിരുന്നു വെസ്ലി അയാൾ പറഞ്ഞയച്ചത് എന്നും വ്യക്തമാകുന്നു. വീടിനകത്തേക്ക് കയറി ചെന്ന് വെസ്ലി കണ്ടത് ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ അച്ഛനെയാണ്. വെസ്ലിക്ക് ആദ്യമായി അച്ഛനെ കണ്ട് ഭയം തോന്നിയില്ല. തന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ അയാൾ പറഞ്ഞു. വെസ്ലി ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ശേഷം തന്റെ മുറിയിലേക്ക് പോയി ചെക്കർ ബോർഡ് തുറന്ന് അജ്ഞാതനായ തന്റെ സുഹൃത്തിന്റെ മോതിരമെടുത്തു. അത് തന്റെ വിരലിലേക്ക് അണിഞ്ഞു. ശേഷം അയാളെപ്പറ്റി ചിന്തിച്ചിരിക്കാൻ ആരംഭിച്ചു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അജ്ഞാതനായ ഒരു ക്രിമിനൽ എങ്ങനെ വെസ്ലി എന്ന പയ്യന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.